ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാറോ കാർഡാണ്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരക്കളുടെ കൂടി നോക്കും. അപ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗ് കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് മോർണിംഗ് തോട്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ രാവിലെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് എടുക്കാം, അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എടുക്കുകയാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ഹീലറാണെന്ന് പറയുന്നു. ഹീലർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയർ അങ്ങനെയുള്ളതായിരിക്കണം, മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. അങ്ങനെയും ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ ഹീലറായിട്ട് കാണാം. ഇവിടെ സെൽഫ് മെയ്ഡ് പേഴ്സൺ ആയിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫിനെ മെച്ചപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ എഫേർട്ട് തന്നെയാണെന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ വലിയൊരു പെൻഡക്കിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡിൽ കാണുന്നത്. അതെന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു പുരോഗതി, അബണ്ടനെയാണ് കാണിക്കുന്നത്. പെൻഡക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗതിയാണ്, ലൈഫിൽ വരുന്ന പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളിലെ ആ ഒരു സ്ട്രെങ്ത്തിനെ, നിങ്ങളിലെ ആ പവറിനെ കാണിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് തന്നെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി, ആ ഒരു നല്ലൊരു സ്വഭാവത്തെയും ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടും ഇവിടെ ഈ കാർഡ് പറയുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചർ എന്ന് പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഭാവി എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭാവിയിൽ, ഫ്യൂച്ചറിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു നേട്ടം കൈവരിക്കുന്നു. അതിൽ സംതൃപ്തി നേടിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം, യൂണിവേഴ്സിൽ സറണ്ടർ ആവാം. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ അബണ്ടന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു അബണ്ടൻ വരുമ്പോൾ അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹ നിമിഷവും നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം മാത്രമല്ല കാണിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ശത്രുവായി തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ഇന്ന് പിണങ്ങിയിരിക്കുന്ന മറ്റുള്ള വ്യക്തികളുടെ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള അബണ്ടൻ, പുരോഗതി, അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ സ്നേഹ നിമിഷങ്ങൾ, അതും നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. ഇവിടെ പെൻഡക്കിൾ കാർഡ് വന്നതുകൊണ്ട് നമുക്ക് മണി കാർഡാണ് ഓറക്കിൾ ഡെക്കായിട്ട് ഞാൻ എടുക്കുന്നത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന സൈൻ എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രോഗ്രസ് എന്ന് നോക്കാം. പ്രിക്കാരിയസ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. There have been
എ ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് വിത്ത് യുവർ ഫിനാൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ സംഭവിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അവിടെ ലാഭം വന്നിട്ടുണ്ടാവാം, നഷ്ടം വന്നിട്ടുണ്ടാവാം. എന്തു തന്നെ ആയാലും അത് ഒരുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ക്വിക്കായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു അബഡൻ വരുത്തുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഫാസ്റ്റായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ടുള്ളൊരു കാര്യത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് പെൻഡക്കിൾ കാർഡ് പറയുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു ഇൻകത്തെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മേലേക്ക് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും നഷ്ടം വന്നിട്ടുണ്ടാവാം. ലാഭം വന്നതോടൊപ്പം തന്നെ നഷ്ടവും വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളോട് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ഓക്കെ, ഏതൊരു മനുഷ്യനും, എനിക്കായാലും നിങ്ങൾക്കായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ലോസും അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള ലാഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും വേണ്ട. അതിനെക്കുറിച്ചൊരു ടെൻഷൻ നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നു. നിങ്ങളുടെ പ്രോഗ്രസ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ധൈര്യമായിട്ടിരിക്കാം. സെക്കൻഡ് കാർഡ് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഏസ് ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങളുടെ ചിന്തകളെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ തോട്ട്സിനെയാണ് കാണിക്കുന്നത്. ഇന്ന് 2 കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. യൂണിവേഴ്സിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ന്യൂ ഐഡിയയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഒരു ക്ലാരിറ്റി, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. മറ്റുള്ള വ്യക്തികളിൽ നിന്നാവാം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സണിൽ നിന്നാവാം ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നു. മാത്രമല്ല, ഏതൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങളൊരു സത്യം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സത്യം റിവീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ചെയ്യുന്നൊരു കാര്യം, ഈ കാർഡ്സ് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ മെമ്മറി ഓർ തോട്ട് എന്ന് തന്നെയാണ്, നിങ്ങളുടെ ചിന്തകളെ. ഇനി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയുടെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. ഒരു കമ്മ്യൂണിക്കേഷനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് സംഭവിക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ് ബ്രില്യൻറ്റ് മൊമെൻ്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം. യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ആയിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ആൻസർ, നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു ആൻസർ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിലാണ് സറണ്ടർ ആവേണ്ടത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ള വ്യക്തികൾ, നെഗറ്റീവ് എനർജിയുള്ള വ്യക്തികൾ, അവരെയൊക്കെ നിങ്ങളിൽ നിന്നും ഒരു കൈയകലം നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് മാനിഫെസ്റ്റ് ചെയ്യണം, അത് നടന്നതായിട്ട് സങ്കല്പിക്കണം. ഓരോ ദിവസവും ആ ഒരു കാര്യത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വരണം. ഓക്കെ, ഈ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിന്തകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓറക്കിൾ ഡെക്ക് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം, പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജ് റീയൂണിയൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കോൾ, മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ.
റീയൂണിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹവും കരുതലും ആവശ്യമാണ്. നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു നിമിഷമുണ്ടെങ്കിൽ, ഇന്ന് സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്താണ്? റീയൂണിയൻ എന്ന് തന്നെയാണ് ഇവിടെ സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നെക്സ്റ്റ് ടാരോ കാർഡ് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് കാർഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരെടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. വാൻഡ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ, അവരെടുക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ, തീരുമാനം എന്നാണ് പറയുന്നത്. ഇവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒന്നാകണമെന്ന് തന്നെയാണ്. ആ ഒരു എനർജി, ആ ഒരു കറേജിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ അവരിലേക്ക് വന്നിട്ടുള്ള ഒരു ഇൻസ്പയർഡ് ആക്ഷനെയാണ് കാണിക്കുന്നത്. ഇനി ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്ന് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. സന്തോഷകരമായ ഒരു നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അവർ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു എനർജിയും എന്ന് പറയുന്നത് സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഒരു ഹോഴ്സിനാണ് കാണിക്കുന്നത്. അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ സന്തോഷിക്കുന്ന വ്യക്തിയുടെ എനർജിയും ഉല്ലസിക്കുന്ന വ്യക്തിയുടെ എനർജിയും, കാരണം അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം അവർ നേടിയെടുത്തു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായില്ല എങ്കിൽ ഇപ്പോൾ അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാണ്. ഇനി നിങ്ങളില്ലാതെ പറ്റില്ല, ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം എന്ന് തന്നെ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൈൻ എന്ന് നോക്കാം. സോൾ കോൺട്രാക്റ്റ് എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി ആയിട്ട് കാണിച്ചു തരുന്നത്. ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. അപ്പോൾ ഒരു ലെസൺ പഠിച്ചൊരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാലയളവാണ്. അപ്പോൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരു പാഠങ്ങൾ എന്ന് പറയില്ലേ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള പാഠങ്ങൾ, അത് മറക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്തെന്ന് യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെന്ന വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങൾക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ കണ്ടുമുട്ടേണ്ടവർ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പിരിയാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സോൾ കോൺട്രാക്റ്റ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടാരോ കാർഡ് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ എനർജി എന്താണ് യൂണിവേഴ്സ്? ടവർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇവിടെ ടവർ ബ്രേക്ക് ആകുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെ വ്യക്തികളുടെ ഇടപെടലാണോ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു സെപ്പറേഷന് കാരണം, ആ ഒരു സെപ്പറേഷൻ മാറാൻ പോകുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും യൂണിവേഴ്സ് ഇവിടെ ഒരുക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അത്ര കണ്ട് മിസ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വളരെയേറെ പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയും കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് ഒരു ന്യൂ അവയർനെസ് ആണ് ഈ കാർഡ്സ് പറയുന്നത്. തിരിച്ചറിവ് വന്നിട്ടുണ്ട്.
എന്താണ് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലും അവരിലും വരുമ്പോൾ യൂണിവേഴ്സിൻ്റെ ആ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിലേക്കും വരുന്നു. ഇവിടെ സോൾ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ടവറാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് വരുന്നു, പ്രകാശത്തെയാണ് കാണിക്കുന്നത്. ടവർ ബ്രേക്ക് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. ഇവിടെ ഈ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റീയൂണിയന് സാധ്യതയുണ്ട്. നിങ്ങൾ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്താണ്? ഹോൾഡിംഗ് ബാക്ക് എന്നാണ്. അത് നിങ്ങളുടെ എനർജിയാണല്ലോ. ഹോൾഡിംഗ് ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നോക്കാം. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈ സെൽഫ് ബെറ്റർ. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ പ്രകടിപ്പിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എത്ര കണ്ട് അവരോട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവണം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹവും കരുതലും നിങ്ങൾ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അവരുടെ അടുത്ത് പെരുമാറിയത് ആ ഒരു സ്നേഹം കുറഞ്ഞത് കൊണ്ടാണോ എന്നിൽ നിന്നും അവർ മാറിപ്പോയിട്ടുള്ളത്, ഇന്ന് സെപ്പറേഷൻ വന്നിട്ടുള്ളത്, നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ട് അവരെ, പക്ഷെ എന്തുകൊണ്ടോ അവരെന്നിൽ നിന്ന് മാറിപ്പോയത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ വന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും ഞാൻ എന്താണെന്ന് പ്രകടിപ്പിക്കണം, എൻ്റെ സ്നേഹം എന്താണെന്ന് അവരെ അറിയിക്കണം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നൊരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹമൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെയാണ്. അത് അവർ തിരിച്ചറിയാനായിട്ട് വൈകിയെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം വളരെ ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കള്ളത്തരവും നിങ്ങൾ ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത്. ഇന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ് അവരിൽ മാറ്റം സംഭവിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടാറോ കാർഡ് എടുക്കാം. എന്താണ് അവരുടെ എനർജി എന്ന് നോക്കാം. ടെൻ ഓഫ് പെന്റക്കിളാണ്. ഫ്യൂച്ചറാണ് കിട്ടിയിട്ടുള്ളത്. ഫാമിലി തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പെന്റക്കിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി പ്രോഗ്രസ്സും എന്നും പറയുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കരിയർ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ പെന്റക്കിൾ കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. സ്നേഹ നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ പ്രോസ്പെരിറ്റി, അത് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രോസ്പെരിറ്റി എന്നും കണക്കാക്കാം. ഇവിടെ പെന്റക്കിൾ കാർഡ് വന്നുകൊണ്ട് നമുക്ക് മണി കാർഡാണ് എടുക്കുന്നത്. മണി ഒറക്കൽ ഡെക്കാണ് എടുക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും ഒരു പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. ഏഞ്ചലിക് ഹെൽപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് സംഭവിക്കാൻ പോവാണ്. ഇവിടെ പറയുന്നത്, ദിസ് ഈസ് ദ ടൈം ടു ട്രസ്റ്റ് in the universe and know you will be provided for.
ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് നിങ്ങൾക്കൊരു ഏഞ്ചലിനെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ലൈഫിലൊരു പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിച്ചറിയുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക, പോസിറ്റീവ് തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഓരോ സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ആയിട്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തന്നെ എത്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി തോറ്റു പോവില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്നൊരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടണമെന്നല്ല, അത് സാധിച്ചു കിട്ടി, പ്രപഞ്ചശക്തി എന്നെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതം എന്നിലേക്ക് തന്നതിന് താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തതിന് താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് വന്നതിൽ താങ്ക് യു. അങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നതും. അപ്പോൾ അതിനുള്ള സമയമായി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എബഡൻസ് സ്വീകരിക്കാനായിട്ട് തയ്യാറായിക്കോളൂ. നിങ്ങളിലെ സ്നേഹ നിമിഷത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചോളൂ. അത് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ നയിക്കാനായിട്ടൊരു ഏഞ്ചലുണ്ട്. ആ ഒരു ഏഞ്ചൽ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിംഗ് അവസാനിപ്പിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്. 9 ഓഫ് വാൻഡ്സ് കാർഡാണ്. 9 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. കുറേയായി ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവർ വരുന്നു പോകുന്നു. ഇത് എൻ്റെ യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട്, യൂണിവേഴ്സിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി അവർ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പ്രെയർ ചെയ്യുന്നതും റീഡിങ്സ് കാണുന്നതും. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. 9 വാണ്ട് എന്ന് പറയുന്നത് 8 വാണ്ട് ഇവിടെ ക്രോസ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് മറികടക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു എഫേർട്ടിനെയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് കാർഡ്സ് പറയുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കുകയാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ചെറിയൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ചെറിയ രീതിയിൽ ചാഞ്ചാടുന്നുണ്ടാവാം. സെൽഫ് ലവ് ചെയ്യാണ്, താൽക്കാലികമായി മാറി നിൽക്കുകയാണ്, അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എപ്പോഴൊക്കെയോ നിങ്ങളുടെ മനസ്സ് പതറുന്നുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്, മിസ്സിങ് എനർജി വരുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫൈനൽ പുഷ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കിലേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അതിനുള്ള ആൻസറൊക്കെ ആദ്യം കിട്ടിയിട്ടുണ്ട്. റീയൂണിയൻ പോസിബിൾ ആണ്, അവരും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാണ്. എന്നാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തണമല്ലോ. ഹോപ്പ് ഐ ഹാവ് ഇറ്റ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. അപ്പോൾ സാധ്യത എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ കൈവിട്ടിട്ടില്ല, നിങ്ങളുടെ ഓർമ്മകൾ അവർ കൈവിട്ടിട്ടില്ല. ഇവിടെ ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അവരെത്തിക്കും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് അവർ ഓർത്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നൈറ്റ് അവർ നിങ്ങളെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു നൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല.
മോർണിംഗും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഉണരുന്നത്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളിലേക്ക് എത്തണം, ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ്. ഇവിടെ റിയൂണിയൻ കാർഡ് പറയുന്നതും ഹോപ്പും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.